മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രഭാഷണങ്ങൾ നടത്താൻ പോകുമ്പോഴും അതുപോലെ തന്നെ സെമിനാറുകൾ നടത്തുമ്പോഴും ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുമ്പോഴുമെല്ലാം ധാരാളം വ്യക്തികൾ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. കൂടാതെ യൂട്യൂബിലൂടെയും ഇമെയിലിലൂടെയും ധാരാളം വ്യക്തികൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ആ സംശയങ്ങളെല്ലാം യൂട്യൂബിലൂടെ മറുപടി പറയുകയാണെങ്കിൽ അത് കുറേ പ്രയോജനപ്പെടും എന്ന് തോന്നിയതുകൊണ്ട് എഴുതി തന്ന ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഇവിടെ മറുപടി പറയുക. ഒന്നാമത്തേത്, അന്യന്റെ കുറ്റവും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ മഹർഷിമാർ പലയിടത്തും ശപിക്കുന്നത്? മനുഷ്യ സഹജമായ വികാരവിചാരങ്ങൾ കുറേയെല്ലാം കൺട്രോൾ ചെയ്യാൻ മഹർഷിമാർക്ക് സാധിക്കുമെങ്കിലും വളരെയധികം സമൂഹ തിന്മകൾ ചെയ്യുന്നവരെ നിയന്ത്രിക്കാനാണ് മഹർഷിമാർ ശപിക്കുന്നത്. അതല്ലാതെ മഹർഷിമാർ ശപിച്ചാൽ അവര് സ്വയം അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ദുർവാസാവ് മഹർഷിയുടെ ജീവിത കഥയിൽ നിന്ന് നിങ്ങൾ കേട്ട് കാണും. അടുത്തത്, വ്യാസൻ എന്ന വാക്കിന് എഡിറ്റർ എന്ന അർത്ഥമുണ്ടോ? ആ അർത്ഥത്തിലാണ് വ്യാസൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. വ്യാസൻ എന്ന വാക്കിന് എഡിറ്റർ എന്ന അർത്ഥമില്ല. വിഭജിച്ച ആള്, കൃഷ്ണദ്വൈപായനൻ എന്നാണ് വ്യാസന്റെ ശരിക്കു പേര്. അദ്ദേഹം വേദത്തെ, അറിവ്, ജ്ഞാനം, കർമ്മം, കുറെ കല പ്ലസ് സാമാന്യ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന രീതിയിൽ വിഭജിച്ചു. സാമാന്യ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങള് അഥർവവേദത്തിലും, കല, സംഗീതം സാമവേദത്തിലും, യാഗം, യജ്ഞം തുടങ്ങിയത് യജുർവേദത്തിലും, പ്യുവർ അറിവ് മാത്രമുള്ളത് ഋഗ്വേദത്തിലും ആയിട്ട് വിഭജിച്ചു. ഇതിലെ പല മന്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആണ്. കാരണം ചില ജ്ഞാനമാർഗം തന്നെ കർമ്മമാർഗത്തിന് ഉപയോഗിക്കാം. ജ്ഞാനമാർഗത്തിലെയും കർമ്മമാർഗത്തിലെയും ചില മന്ത്രങ്ങൾ സംഗീതാത്മകമായി മാറ്റാൻ സാധിക്കും. ആ ജ്ഞാനമാർഗത്തിലെയും കർമ്മമാർഗത്തിലെയും ചില മന്ത്രങ്ങൾ വളരെ സാധാരണക്കാർക്കും കൂടി പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അത് അഥർവവേദത്തിലും വരും. ഒരു കുടുംബത്തിന്റെ ഗോത്രവും പ്രവരവും എങ്ങനെ അറിയാം? മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അതല്ലാതെ അറിയാൻ വേറെ ഒരു മാർഗവും കേരളത്തിലില്ല. കേരളത്തിന് പുറത്ത് എല്ലാ വീട്ടുകാർക്കും അവരുടെ ഗോത്രവും കുടുംബവും നല്ലോണം അറിയാം. ഗോത്രവും പ്രവരവും നല്ലോണം അറിയാം. അവർ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പേരും നാളും അല്ല ചോദിക്കുക, പേരും ഗോത്രവുമാണ് ചോദിക്കുക. അങ്ങനെ ഗോത്രം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ആരുടെയും മനസ്സിൽ അതില്ല. മരണശേഷം ആത്മശാന്തി കിട്ടി എന്ന് പറയുന്നുവല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? ആത്മാവിന് ജനവും മരണവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ശാന്തി കിട്ടുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. ഇവിടെ ആത്മ എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം അവനവന് എന്നാണ്. എൻ്റെ ആത്മമിത്രം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിന്റെ മിത്രം എന്നല്ല, എൻ്റെ ഏറ്റവും അടുത്ത മിത്രം എന്നാണ് അർത്ഥം. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഹത്യ ചെയ്തു എന്നല്ല അർത്ഥം, ആ വ്യക്തി മരിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ ആത്മാവ് എന്നുള്ളത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ആ വ്യക്തി എന്നുള്ള നിലയിലും, രണ്ട് ആത്മാവ് എന്ന രീതിയിലും. അതുകൊണ്ട് ആത്മാവിന് മോക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മോചനം കിട്ടി എന്നർത്ഥം. വികലാംഗൻ ആത്മഹത്യ ചെയ്താൽ അവർ പുനർജനിക്കുമ്പോൾ വികലാംഗനല്ലാതെ ആവുമോ ഇല്ലയോ? നമുക്ക് നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് വികലാംഗൻ ആത്മഹത്യ ചെയ്താൽ എങ്ങനെ ജനിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ബ്രയൻ എൽ വൈസ് എഴുതിയ പുസ്തകപ്രകാരം അവനവൻ അനുഭവിച്ച് തീർക്കേണ്ടത്, ഭാരതീയ പൈതൃക പ്രകാരവും അത് തന്നെയാണ്, അവനവൻ അനുഭവിച്ച് തീർക്കേണ്ടത് അനുഭവിച്ച് തീർക്കാതെ
ഈ ലോകത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു പോയാൽ അത് അനുഭവിച്ചു തീർക്കാൻ പിന്നീടും വരേണ്ടി വരും. അങ്ങനെ ഒരു തിയറം എടുത്താൽ, സിദ്ധാന്തം എടുത്താൽ, ചിലപ്പോൾ അയാൾ അംഗവൈകല്യമുള്ളവനായി തന്നെ ജനിക്കേണ്ടി വരും. ഭാരതം ആത്മീയതയുടെ രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? സ്വാമി വിവേകാനന്ദൻ പണ്ട് പറയുകയുണ്ടായി, ഇംഗ്ലീഷുകാരെന്ന് ഉദ്ദേശിച്ചത് അമേരിക്കക്കാരോട് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അത് സ്വീകാര്യമാവുള്ളൂ. ഇംഗ്ലണ്ടുകാരോട് അധികാരത്തെക്കുറിച്ച് പറയണം, ഫ്രഞ്ചുകാരോട് സൗന്ദര്യത്തെക്കുറിച്ച് പറയണം, ജപ്പാൻകാരോട് രാഷ്ട്രസ്നേഹത്തെക്കുറിച്ച് പറയണം. ഇതൊന്നും തന്നെ ഇന്ത്യക്കാരിൽ ബാധിക്കില്ല വലുതായിട്ട്. ഇന്ത്യക്കാരിൽ ആത്മീയത മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. ഇന്ത്യക്കാർക്ക് അമ്മ, അച്ഛൻ, മകൻ, ഭൂമി, വായു, വെള്ളം, നദി, പർവ്വതം, തുളസി, ആൽമരം, പശു, ആന, എല്ലാത്തിലും നമ്മൾ ആത്മീയത കാണുന്നത് കൊണ്ടാണ് ശരിക്ക് ഭാരതം ആത്മീയതയുടെ നാടാണെന്ന് പറയുന്നത്. തിരുക്കുറൾ ആരായിരുന്നു പതിറ്റാണ്ടിലായി ജീവിച്ചത്? തിരുക്കുറൾ അറിയുന്ന ഏത് നൂറ്റാണ്ടിലായിരുന്നു? എനിക്ക് തോന്നുന്നു തിരുക്കുറളിന്റെ തമിഴ് ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുണ്ട്. തിരുവള്ളുവര് തിരുക്കുറൾ എഴുതിയപ്പോൾ ആ ഗ്രന്ഥത്തിന് 12000 വർഷത്തെ പഴക്കമുണ്ട്. നവഗ്രഹ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ അമ്പലത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ നവഗ്രഹ ക്ഷേത്രത്തിൽ അവനവനും പ്രദക്ഷിണം വയ്ക്കാം. എന്തുകൊണ്ട് ശബരിമലയിൽ പോകാൻ മാലയിടുന്നത്? എല്ലായിടത്തും പോകാൻ വേണമെങ്കിൽ മാലയിടാം. അവനവനെയും മറ്റുള്ളവരെയും ഒന്ന് അല്പം തിരിച്ചറിയാനും സംസാരിക്കുന്ന രീതി, ഭക്ഷണത്തിൻ്റെ രീതി, ജീവിത ശൈലി, ഇതെല്ലാം മാലയിട്ട് കഴിഞ്ഞാൽ അടിമുടി മാറുന്നത് കൊണ്ട് ഒരു ശബരിമലയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയോട് പെരുമാറുന്ന മാതിരി മാത്രമേ മറ്റുള്ളവർ പെരുമാറുകയുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം മാലയിടുന്നത്. മാലയിട്ട് പോകാം, മാലയിടാതെയും പോകാം. ആരും വലുതായിട്ട് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. വേദങ്ങളിൽ നിന്ന് ആവശ്യം വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ എന്താണ് മാർഗം? ഇന്ത്യ ബുക്ക് ഹൗസ് KM മുൻഷി എഴുതിയ ഒരു പുസ്തകം വേദിക് മെസ്സേജസ് എന്ന് പറഞ്ഞ് നന്നായിട്ട് തന്നിട്ടുണ്ട്. ഭാരതീയ വിദ്യാഭവനം കുറേ മെസ്സേജസ് തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസവും താല്പര്യവും സാഹചര്യവും അധ്വാനിക്കുന്നതിനുള്ള മനസ്സുമുണ്ട്. പ്രായം തടസ്സമുണ്ടോ? പ്രായം തടസ്സമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തടസ്സമുണ്ട്. മാക്സ് മുള്ളർ 57ാമത്തെ വയസ്സിലാണ് ഭാരതത്തെക്കുറിച്ച് അറിയുന്നത്. ആ 57ാമത്തെ വയസ്സിലാണ് സംസ്കൃതം പഠിച്ച് പിന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്. 47 പുസ്തകം ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എന്ന് പറഞ്ഞ് അദ്ദേഹം രചിക്കുകയുണ്ടായി. അതെല്ലാം എത്ര വയസ്സായിട്ടാണ് അത് ചെയ്തത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതം തോന്നും. അപ്പൊ പ്രായം തടസ്സമാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രമേ അത് തടസ്സമാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഒരു തടസ്സമല്ല. ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിച്ചിട്ടുണ്ട്, പുരാണങ്ങൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അവനവൻ എവിടെ താമസിക്കുന്നു, എത്ര മറ്റ് കാര്യങ്ങളുണ്ട്, അറിവുണ്ട്, കേൾക്കാൻ ആരെങ്കിലും വരുമോ? പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നു, മാതാ മൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അവിടെ പ്രവർത്തിക്കാം. സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അവിടെ പ്രവർത്തിക്കാം. ശ്രീ രവിശങ്കറിന്റെ കൂട്ടത്തില് ആർട്ട് ഓഫ് ലിവിങ്ങിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവര് ബ്രഹ്മകുമാരീസില്, ചിന്മയ മിഷനില്, NSSല്, SNDPയില് ധാരാളം ഹിന്ദു സംഘടനകളുണ്ട്. അല്ലെങ്കിൽ അവനവന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം മാതിരിയുണ്ട്. വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ഈസ് ദർ എനി പർട്ടിക്കുലർ റീസൺ ഓൺ വൈ വി ഷുഡ് കട്ട് അവർ നെയിൽസ് ഡ്യൂറിങ് ദി നൈറ്റ്? കയ്യെങ്ങാനും മുറിഞ്ഞു പോകണ്ട. പണ്ട് നെയിൽ കട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. കത്തിയെടുത്ത് മുറിക്കുമ്പോൾ കയ്യ് മുറിഞ്ഞു പോവാതിരിക്കാൻ നല്ല വെളിച്ചമുള്ള സമയത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? Can you tell more about the basis of aura? Aura എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റർനെറ്റിൽ പോയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നല്ലോണം കിട്ടും. നമുക്ക് ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്. പ്രൈമറി റേഡിയേഷനും സെക്കൻഡറി റേഡിയേഷനും കൂടി ചേർന്നതാണത്. അത് നമ്മളുടെ ശരീരത്തിൻ്റെ ത്വക്കില് എയർ മോളിക്യൂളുകൾ തൊടുമ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷനിൽ
അതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണുകൾ തെറിച്ചു പോകുമ്പോൾ പ്രൈമറി റേഡിയേഷനും ആ ഇലക്ട്രോണുകളെ മറ്റേതെങ്കിലും അയോൺ എടുക്കുമ്പോൾ സെക്കൻഡറി റേഡിയേഷനും ഉണ്ടാവുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഓറ ഉണ്ടാവാൻ കാരണം. ഹൗ ക്യാൻ യു ഡു ഫ്യൂച്ചർ സ്റ്റഡീസ് അബൌട്ട് ഇറ്റ്? ഇന്റർനെറ്റിൽ ഇഷ്ടംമാതിരിയുണ്ട്, ധാരാളം അറിവ് ഇന്ന് തന്നെ ലഭ്യമായിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷത്തിൻ്റെയും നാളങ്ങളെയും ദൂരെ പ്രതിഷ്ഠിക്കാൻ കാരണം എന്താണ്? ദൂരെ പ്രതിഷ്ഠിക്കണമെന്ന് പ്രശ്നം വെക്കുന്നതിൽ കണ്ടു കാണും. അല്ലെങ്കിൽ പണ്ടത്തെ ദുർദേവതകളായിരുന്നിരിക്കും, വൈദിക ദേവതകളായിരുന്നിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അതിനെ ദൂരെ പ്രതിഷ്ഠിക്കുന്നത്. ബ്രഹ്മരക്ഷത്തിൻ്റെയും നാഗങ്ങളെയും അടുത്ത് പോയി തൊഴരുത് എന്ന് പറയപ്പെടാൻ കാരണം എന്ത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അടുത്ത് പോയി തൊഴരുതെന്ന്. അവനവൻ തന്നെത്താനെ അടുത്ത് പോയി തൊഴരുത് എന്ന് പറഞ്ഞതിന് ശേഷം പറയപ്പെടാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? നാഗങ്ങളുടെ തൊട്ടടുത്ത് നിന്നുണ്ടല്ലേ എല്ലാവരും തൊഴുക, ദൂരെ നിന്നുകൊണ്ട് തൊഴുത് എന്താ ഡിസ്റ്റൻസ് വല്ലതും വെച്ചിട്ടുണ്ടോ? പലരും അവനവന് ഇഷ്ടമുള്ള ചില കമന്റുകൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ എന്താ കാരണം പറയുക? വിശ്വാമിത്രന്റെയും വസിഷ്ഠന്റെയും മത്സരത്തിൽ കഥ ഉദ്ധരിച്ചുകൊണ്ട് ചിലർ കർമ്മം കൊണ്ട് മന്ത്രം പൂർണ്ണമായി പ്രാപ്തമാവില്ല, ജന്മം കൊണ്ടേ അത് പ്രാപ്തമാവുകയുള്ളൂ എന്ന് വാദിക്കുന്നു. ഇത് ശരിയാണെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? കുറേയെല്ലാം കർമ്മവും കുറേയെല്ലാം ജന്മവും ഇതിനെല്ലാത്തിലും ബാധിക്കുന്നു. യേശുദാസ് ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു എങ്കിലും കലാമണ്ഡലം ഹൈദരാലി ഒരു മുസ്ലിമായിട്ട് ജനിച്ചു എങ്കിലും അവരവരുടെ മണ്ഡലത്തിൽ എത്ര ഉദാത്തമായ നിലവാരത്തിലേക്ക് എത്തി. അപ്പൊ കർമ്മം കൊണ്ടും അങ്ങനെ സാധിക്കും. പക്ഷെ അത് കഴിഞ്ഞ ജന്മത്തെ കർമ്മബലവും പുണ്യബലവും അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. കഴിഞ്ഞ ജന്മവും അതിൻ്റെ മുമ്പിലത്തെ ജന്മവും ഒക്കെ ചെയ്ത നന്മയുടെ തുടർച്ചയായിട്ടാണ് ഈ ജന്മത്തിൽ ഏതമ്മയുടെയും ഏതച്ഛൻ്റെയും മകനായി മകളായി ജനിച്ചതാലും അത് കർമ്മബലവും കുറേയൊക്കെ ജന്മബലവും കൂടിയാണെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അതല്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട. Why shouldn't one compete the rotation of Shiva temple if the temple is prayer hall? ശിവന്റെ വടക്ക് വൈഡിൽ ഒരു ഓവുണ്ട്, അതിൽ കൂടെ സോമരേഖ വടക്ക് വശത്താവുള്ളത്. സോമരേഖ മുറിച്ച് കടക്കരുത് എന്ന് പണ്ട് മുതൽക്കേ പറയാറുണ്ട്. ഓവ് മുറിച്ച് കടക്കരുത് എന്നും പറയാറുണ്ട്. അത് എങ്ങനെയാ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ വലിയ സയൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഓവ് മുറിച്ച് കിടക്കരുത് എന്നുള്ളത്, സോമരേഖ മുറിച്ച് കിടക്കരുത് എന്നുള്ളത് പരമ്പരാഗതമായ വിശ്വാസമായതുകൊണ്ടാവാം ഈ ശിവന്റെ അമ്പലത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാത്തത്. ആത്മാക്കളുടെ സഞ്ചാരം വിവിധ ശരീരത്തിൽ കൂടിയാണെങ്കിൽ ചാൾസ് ഡാർവിനെ പോലുള്ളവർ തെളിയിച്ച പരിണാമ സിദ്ധാന്തം തള്ളിക്കളയുന്ന നിലപാടല്ലേ താങ്കൾ പറയുന്നത്? ഈ മനുഷ്യാത്മാവ് വിവിധ ശരീരങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ശരീരമാവാം, മൃഗത്തിന്റെ ശരീരവുമാവാം, വൃക്ഷത്തിൻ്റെതും ആകാമെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബ്രയൻ എൽ വൈസ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കാതറിൻ എന്ന പെൺകുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അതാരും നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ചാൾസ് ഡാർവിന്റെ ഒരു പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത്രയും വലിയ ആത്മാവുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല. അത് ശരീരത്തിൽ മാറ്റം വരുന്നത് ഈ കാലം കഴിയുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആത്മാവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ചാൾസ് ഡാർവിന്റെ തിയറിയും ഇതുമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. കരമനയാറ്റില് കിഴക്കോട്ട് വെള്ളം ഒഴുകുമ്പോൾ അത് ചാൾസ് ഡാർവിന്റെ തിയറിക്ക് എതിരെ അല്ലേ എന്ന് ചോദിക്കുന്ന മാതിരിയാണ്. കരമനയാറ്റിൽ എങ്ങനെ വെള്ളം ഒഴുകിയാൽ നമുക്കെന്താ? ചാൾസ് ഡാർവിന്റെ തിയറം എവിടെയാ കിടക്കുന്നത്, ഇതെവിടെയാ കിടക്കുന്നത്? രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതിനെ എന്തിനാ ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അറിയാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ് ഇത് ചോദിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും അറിയാനുള്ള ആഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർ ചോദ്യങ്ങൾ എഴുതി തന്നിട്ട് അടുത്ത വണ്ടിയിൽ പോവും, ഗോപാലകൃഷ്ണൻ ഉത്തരം പറഞ്ഞോട്ടെ, വേണമെന്നുള്ളവരെ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിലും ചോദ്യം ചോദിച്ച ആൾ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ്, മറ്റുള്ളവർക്ക് അത് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ട്. ഇതര മതത്തിലെ മഹാന്മാരെ അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? ഇതര മതസ്ഥരിലെ മഹാന്മാരെ കാണുന്നത് APJ അബ്ദുൽ കലാം, മദർ തെരേസ, മലാല, യൂസഫ്, സായിബാബ അറിഞ്ഞു. ഏതായാലും APJ അബ്ദുൽ കലാമുമായിട്ട് കുറേ സമയം ചെലവഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
ഞാൻ അദ്ദേഹത്തെ ഒരു അവതാരമായിട്ടാണ് എല്ലാ സ്ഥലത്തും പറയാറ്. ശാസ്ത്രമണ്ഡലത്തിലെ അവതാരം. മദർ തെരേസ പച്ചയ്ക്ക് തട്ടിപ്പാണ്. സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഉറപ്പാണ് മതം മാറ്റാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത വിദേശ വനിത. അവരവരുടെ രാജ്യത്തില് ഇന്ത്യയേക്കാൾ എത്രയോ ദാരിദ്ര്യമുണ്ട്. അവിടെ മുഴുവനും ക്രിസ്ത്യാനികളാണ്. അപ്പൊ അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരെയും കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. മലാല നല്ല കുട്ടിയാണ്. അതിന് നോബൽ സമ്മാനം കിട്ടിയപ്പോഴാണ് അതിൻ്റെ മഹത്വം അറിഞ്ഞത്. ഞാൻ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. യൂസഫ് അലി വളരെ ആത്മാഭിമാനത്തോടു കൂടി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിയാണ്. ഏതായാലും വളരെ നല്ലൊരു ചോദ്യമാണത്. ഈസ് ദർ നോ മെൻഷൻ ഓഫ് മ്യൂസിക് ഇൻ എനി സീക്രട്ട് ടെക്സ്റ്റ്? ശരിക്ക് ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് അർത്ഥശാസ്ത്രം. യജുർവേദത്തിന്റെ ഉപവേദമാണ് യുദ്ധതന്ത്രം. സാമവേദത്തിന്റെ ഉപവേദമാണ് ഗാന്ധർവവേദം. ഗാന്ധർവവേദം സംഗീതവും സംഗീത ഉപകരണങ്ങളും അതുപോലെ നൃത്തവും എല്ലാം ഉൾപ്പെടുന്ന വലിയ അറിവിന്റെ കൂമ്പാരമാണ്. സംഗീതത്തെക്കുറിച്ച് വളരെ അതിഗഹനമായ രീതിയിൽ ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങളെല്ലാം ഇന്നും ലഭ്യമാണ്. നിത്യേനയുള്ള ലളിതാ സഹസ്രനാമ പാരായണം കൊണ്ട് സർവ്വദുരിതങ്ങളും തീരുമെന്ന് പറയുന്നത് ശരിയാണ്. നിത്യേനയുള്ള ലളിതാ സഹസ്രനാമ പാരായണം കൊണ്ട് സർവ്വദുരിതങ്ങളും തീരുമെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ നമുക്ക് ചോറ് കിട്ടും, ജോലി കിട്ടും, ആവശ്യത്തിന് പൈസ കിട്ടും, വീട് പണിയാൻ പറ്റും എന്നൊക്കെ ധരിച്ച് പാരായണം ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ ജീവിതം കുത്തുവാളയെടുക്കാൻ വേറെ ഒന്നും വേണ്ട. അത് മാത്രം മതി. ജീവനുള്ള അണ്ടബീജങ്ങൾ സംയോജിക്കുമ്പോൾ പുനർജന്മം ഒരാളുടേതാണോ രണ്ടാളുടേതാണോ? പുനർജന്മവും ആ ആത്മാവിന്റെ പുനർജന്മവും ശരീരം കൊടുത്ത വ്യക്തികളും തമ്മിൽ വളരെ വലിയ ബന്ധമൊന്നുമില്ല. ശരീരം കൊടുത്ത വ്യക്തികളും മെറ്റീരിയലാണ് കൊടുക്കുന്നത്. ആത്മാവ് പരമാത്മാവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ പരമാത്മാവിന്റെ ഭാഗമായ ജീവാത്മാവ് അനവധി ശരീരങ്ങളിലൂടെ ഒന്നിനു ശേഷം ഒന്നായിട്ട് പോകുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന ശരീരമാണ്. അതില് രണ്ടാളുടെ ആത്മാവിന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും അതിനകത്ത് ഉണ്ടെന്ന് ആത്മാവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമായിട്ട് അങ്ങനെ പറയാം. സമഗ്രമായിട്ടുള്ള ഉത്തരത്തിൽ കുറെ വ്യത്യസ്തമായ ആൻസറാണ് വേണ്ടത്. മനുഷ്യവംശം 5000 വർഷം വീതമുള്ള ചാക്രിക വ്യവസ്ഥയാണോ? അങ്ങനെ ബ്രഹ്മകുമാരീസ് പറയാറുണ്ട്. അത് തെറ്റാണ്. 100% തെറ്റാണ്. ശിവഭക്തയാണോ ഭഗവത്ഗീത ബുക്ക് തന്നത്? ശിവഭക്തനാണോ ഭഗവത്ഗീത ബുക്ക് തന്നത്? ശ്രീകൃഷ്ണനാണ് ഭഗവത്ഗീത ഉപദേശിച്ചത് എന്നതിന് എന്താണ് തെളിവ്? ചില വ്യക്തികള് അവനവന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് അച്ഛൻ. അല്ലാണ്ട് ഈ വ്യക്തി നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അമ്മ ചൂണ്ടിക്കാണിക്കുന്നു, ഇതാണ് നിന്റെ അച്ഛൻ. അത് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പൊ ശ്രീകൃഷ്ണനാണ് ഉപദേശിച്ചത് എന്ന് ഞാൻ ആനന്ദ സരസ്വതിയും ഈ ലോകത്തിലുള്ള മറ്റെല്ലാവരും പറയുന്നത് ചിലരൊക്കെ വിശ്വസിക്കണം. വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ജീവിതാവസാനം വരെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്നെയും കൂടി അറിയിക്കുക, ഞാൻ മറ്റുള്ളവരെ അറിയിക്കാം. വിശ്വസിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ആവണമെന്ന് മാത്രം. ഇത്രയും വർഷങ്ങൾ നീളുന്ന യുഗങ്ങൾ വ്യവസ്ഥ ഒരു ശാസ്ത്രത്തിന്റെ നിലയിൽ അങ്ങ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇത്രയും വർഷങ്ങളുള്ള യുഗത്തിനെ വിലയിരുത്തേണ്ട കാര്യമൊക്കെ ഉണ്ടോ? വേറെ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ കിടക്കുന്നു. അതൊക്കെ പഠിക്കുകയല്ലേ നല്ലത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പഠിച്ചിട്ട് വിവരിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അപ്പൊ ശരിക്ക് നമ്മൾ ആവശ്യമുള്ള ഉജ്ജ്വലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള അതിൽ ഫോക്കസ് ചെയ്യുക. വളരെ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കുക. നിമിത്ത ശാസ്ത്രം എന്ന ശാഖയുണ്ടോ? ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം നിർദ്ദേശിക്കുന്നത്, മാർഗനിർദ്ദേശം തരുന്നത് എന്നാണ്. സയൻസ് എന്നല്ല അർത്ഥം. ശാസ്ത്രം എന്നതിന് സയൻസ് എന്ന അർത്ഥമില്ല. മലയാളികൾ അങ്ങനെ ആക്കി മാറ്റിയതാ. വിജ്ഞാനം എന്നാണ് ശാസ്ത്രം എന്നതിന് സംസ്കൃതത്തിലുള്ളത്. അപ്പൊ നിമിത്തം എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ മുമ്പിൽ കാണുന്ന പലതും നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്നു എങ്കിൽ നിമിത്ത ശാസ്ത്രം എന്ന വാക്ക് ശരിയാണ്. പക്ഷെ അതിൽ സയൻസ് എന്ന് പറയുന്ന ഒന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ചിലതൊക്കെ പ്രയോജനപ്രദമാകുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം.
ആത്മാവ് സ്ഥിരമാണെന്ന് പറയുന്നു, പിന്നെ ജനസംഖ്യ കൂടുന്നു എന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? കടലിന്റെ ഉള്ളിലേക്കൊന്ന് അനിമൽ പ്ലാനറ്റ് എന്ന TV ചാനലിലൂടെ നോക്കിയാൽ എത്ര ട്രില്യൺ 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 ജീവജാലങ്ങളാ ഉള്ളതെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് 730 കോടി ജനങ്ങളുള്ള മനുഷ്യരാശിയെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജനസംഖ്യ എന്നുള്ളതൊന്നും ചർച്ചയില്ല. മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല. പല പല ജീവജാലങ്ങളുമായിട്ട് ജനിക്കുമെന്നും സൂചിപ്പിക്കപ്പെടുന്നു. നാഗാരാധനയുമായി ബന്ധപ്പെട്ട് നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും പാലും കൊടുക്കുന്നത് ശരിയാണോ? അതൊരു ട്രഡീഷനാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി പാലും 100 പാലും മഞ്ഞൾപ്പൊടിയും ഇടണ്ട, വേറെ എന്തെങ്കിലും ഇട്ടാൽ മതിയെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉത്തരവും കൂടി കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. മഞ്ഞൾപ്പൊടി എല്ലാവരും ഇടാറുണ്ട്, നമുക്കും വേണമെങ്കിൽ ഇടാം. മഞ്ഞൾപ്പൊടി വേണ്ട, കുങ്കുമം ഇട്ടാൽ മതിയെങ്കിൽ കുങ്കുമം ഇടാം. പക്ഷെ വേറെ വല്ലവരും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനും കൂടി തയ്യാറാവണം. അവർക്ക് അതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? പലപ്പോഴും പലതും ചെയ്യുന്നത് പ്രയോജനം നോക്കിയിട്ട് ചെയ്യുമ്പോൾ പ്രയോജനം ഉണ്ടോ എന്നുള്ളത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. എനിക്കിപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല, ഞാൻ ഇടാനും പോവാറില്ല. വേറൊരു വ്യക്തിക്ക് അത് ഒത്തിരി അധികം മനസ്സിന് സന്തോഷവും സംതൃപ്തിയും തരുന്നു എങ്കിൽ ആ സന്തോഷവും സംതൃപ്തിയും മെഡിക്കൽ ഷോപ്പിലൂടെ കിട്ടില്ല. അയാൾക്കൊരു 5 രൂപയുടെ മഞ്ഞൾപ്പൊടി കൊണ്ടുപോയിട്ട് സർപ്പത്തിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സർപ്പദോഷം തീരുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് 5 രൂപയുടെ ഫലം അല്ല കിട്ടുന്നത്, വലിയൊരു മനസ്സിന് ആശ്വാസമാണെങ്കിൽ അത് അയാൾ ചെയ്യട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് ചുംബന സമരം മാതിരിയൊന്നും അല്ലല്ലോ. ക്ഷേത്രത്തിലൂടെ ലഭിക്കുന്ന സൗരോർജവും താപോർജവും ഏതെന്ന് വ്യക്തമാക്കി. ക്ഷേത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ലൈറ്റ് ഡോസ് ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജിയാണ്. റോഡ് സൈഡില് ചവറ് കൂട്ടിയിട്ട് തീയിടുമ്പോൾ കിട്ടുന്ന മാതിരിയുള്ള ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും അല്ല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത്. വലിയൊരു ചോദ്യമാണ്. പ്ലീസ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് രുദ്രാക്ഷം ഓഫ് പീപ്പിൾ, പ്രദക്ഷിണം ഓഫ് പീപ്പിൾ ട്രീ. ഈ ആൽമരത്തിന്റെ ചുവട്ടില് ഓസോൺ ധാരാളം അടിയുന്നു എന്ന് പറയുന്നുണ്ട്. ചെറിയ ഡോസിൽ ഓസോൺ ശ്വാസകോശത്തിലേക്ക് കയറുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അനവധി രോഗങ്ങൾ ഇല്ലാതെയാവാൻ അത് കാരണമാകുമെന്ന് പറയും. ക്യാൻ യു ടെൽ us ദി പ്രയർ ടു ബി സെഡ് ബിഫോർ ഫുഡ്? ധാരാളം പ്രയർ ഉണ്ട്. ഭക്ഷണത്തിന് മുമ്പ് ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലാം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. പിന്നെ വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരിയിലുള്ളവർ ചൊല്ലുന്ന നല്ലൊരു മന്ത്രമുണ്ട്. പ്രഭോ സേവാവൃതാ ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സുസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. എൻ്റെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും എൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രസിദ്ധിക്കും എൻ്റെ ജനങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും എപ്പോഴും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാം. ഞാൻ പൂണൂലിട്ട ആളായതുകൊണ്ട് ഞങ്ങളെ ചെറുപ്പം മുതൽക്ക് തന്നെ എൻ്റെ അച്ഛനും പഠിപ്പിച്ചിരിക്കുന്നത് ഓം ഭൂർഭുവസ്വഹ പ്രദന്തവാസത്തേന പ്രഷിഞ്ചയാമി ഭൂർഭുവസ്വരവും അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞത്വം വഷട്കാര ത്വം വിഷ്ണുപുരുഷപര പ്രാണായ സ്വാഹ പാനായ സ്വാഹ വ്യാനായ സ്വാഹ ഉദാനായ സ്വാഹ സമാനായ സ്വാഹ ആത്മനേ സ്വാഹ. ഇതാണ് ഞങ്ങൾ ചൊല്ലാറുള്ളത്. അമ്പലങ്ങളിലും ഇത് തന്നെയാണ് ചൊല്ലുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ മന്ത്ര ടു ബി ചാൻഡഡ് വെൻ വി ഗെറ്റ് അപ്പ്? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. അതാണ് കിടക്കയിലിരുന്ന് എഴുന്നേക്കുമ്പോൾ ചൊല്ലാറുള്ളത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പിൽഗ്രിമേജ് ഇൻ അവർ ലൈഫ്? കുറേ ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കാനും കുറേ കാര്യങ്ങൾ പഠിക്കാനും ആത്മീയത കുറേയെല്ലാം ഉണ്ടാവാനും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും യാത്രക്കിടയിൽ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ കിട്ടുന്നൊരു സുഖം. അതുകൊണ്ടാണ് 4.7 കോടി ജനത ശബരിമലയിലേക്ക് ഈ കോടി തെളിക്കുന്ന തണുപ്പത്ത് പോകുന്നത്. ആ ഒരുമിച്ചുള്ള കഠിന യാത്രയുമെല്ലാം ഒരു പ്രത്യേക ആനന്ദം തരുന്നു. വൈ ഷുഡ് വി ഡു പിതൃകർമ്മം?
നമ്മൾ മഹാത്മാഗാന്ധി ഒക്ടോബർ 2-ാം തീയതിയാണ് ജനിച്ചത് നമുക്കറിയാം. അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് എന്താ ഉത്തരം? മഹാത്മാഗാന്ധിയെ സ്മരണയിൽ നിർത്താനും അദ്ദേഹം ലോകത്തിന് നൽകിയിരിക്കുന്ന നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കാനും വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യും. അതേപോലെ നമ്മുടെ പിതൃക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മളെ വിട്ടുപിരിഞ്ഞവര്, നമ്മളെ സഹായിച്ചവര്, മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, നമ്മളെ നേരിട്ട് വന്ന് സഹായിച്ചവര്, പരോക്ഷമായിട്ട് സഹായിച്ചവര്, ജന്മാന്തരേ ഈ മമ സംഗതാശ്ച, ജന്മജന്മാന്തരങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര്, തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി, അവർക്കെല്ലാം ഞാൻ ഈ പിണ്ടബലി നൽകുന്നു. അത് അവരുടെ ആത്മാവിന് കിട്ടുന്നുണ്ടോ ശരീരത്തിന് കിട്ടുന്നുണ്ടോ എന്നൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. നമ്മൾ താങ്ക്സ് ഗിവിംഗ് ഡേ പോലെ നന്ദി സമർപ്പിക്കുന്നു, അത് മാത്രം എടുത്താൽ മതി. ശബരിമലയിൽ പോയി വന്നു കഴിഞ്ഞാൽ ചില അമ്പലങ്ങളിൽ മാല ഊരി അവിടുത്തെ ആല് തൂക്കി അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അത് നല്ലതാണോ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഊരാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഊരാ. പമ്പാ നദിയിൽ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ആ നദി വൃത്തികേടാക്കരുതെന്ന് മാത്രം. ഇത് പലരോടും ചോദിക്കാൻ നിൽക്കണ്ട. നിന്നാൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും. നിങ്ങൾക്ക് ഏതാണോ ശരി എന്ന് തോന്നുന്നത് നല്ലോണം ആലോചിച്ചതിച്ച്. ബ്രഹ്മാവിന്റെ മകളാണോ അതോ പത്നിയാണോ സരസ്വതി ദേവി? ഈ ലോകത്തിലുള്ള സർവസൃഷ്ടിയുടെയും പിതാവ് ബ്രഹ്മാവാണെങ്കിൽ സരസ്വതി എന്നുള്ളത് സങ്കല്പം മാത്രമാണ്. ബ്രഹ്മാവും സങ്കല്പമാണ്. ആ ബ്രഹ്മാവ് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇബ്രാഹിം എന്ന സെമറ്റിക് മതങ്ങൾ ഇബ്രാഹിം ബ്രഹ്മാവ് എന്നുള്ളത് പോലെ എടുത്തത്. ഈ ബ്രഹ്മ സൃഷ്ടിസ്ഥിതി സംഹാരം, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാര് സാങ്കല്പികമാണ്. ത്രിമൂർത്തി സങ്കല്പം എന്നാ പറയാം. അതേപോലെ ത്രിശക്തി സങ്കല്പം എന്നാ പറയാം. ഈ സങ്കല്പം ആയിട്ടുള്ളത് മകളായാലെന്താ, ഭാര്യയായാലെന്താ, അമ്മയായാലെന്താ, അച്ഛനായാലെന്താ, സന്ദേശം മാത്രം എടുക്കുക, പ്രയോജനമുണ്ട്. ബ്രഹ്മാവിനെ ആരാധിക്കുന്നതും ബ്രഹ്മാവിനുള്ള ക്ഷേത്രങ്ങൾ കുറവാണ്. സൃഷ്ടികർത്താവിന് വേറൊരു സൃഷ്ടി വേണ്ട എന്ന് നമ്മുടെ പൂർവികർ വിചാരിച്ചത് കൊണ്ടായിരിക്കാം ബ്രഹ്മാവിന് ഇല്ലാത്തത്. ത്രിമൂർത്തികളിൽ ബ്രഹ്മദേവന് മാത്രം ഇതെങ്ങനെ സംഭവിച്ചു? മറ്റുള്ളവരെ നിലനിർത്തുന്നവരും സംഹരിക്കുന്നവരുമാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച ആൾക്ക് നമ്മൾ ഒരു അമ്പലം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു പക്ഷേ പൂർവികർക്ക് തോന്നിയിട്ടുണ്ടാവും. മറ്റു മതവിശ്വാസികൾ വിനാശം ഇതാ എത്തിക്കഴിഞ്ഞു, അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നു എന്ന് പറയുന്നു. സനാതനധർമ്മ വീക്ഷണ പ്രകാരം വിനാശ പ്രളയം എന്നാണ്. എങ്ങനെയാണ്? മറ്റുള്ള ക്രിസ്ത്യാനികളാണ് അങ്ങനെ പറയുന്നത്. AD 1000 10,000 ക്രിസ്ത്യാനികൾ കടലിൽ ചാടി മരിച്ചു. എന്താ അറിയാമോ? AD 1000 യേശുക്രിസ്തു വരും. യേശുക്രിസ്തു വരുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം എന്തിനാ പോയി കടലിൽ കയറി മുങ്ങി ചത്തതെന്ന് അറിഞ്ഞൂടാ. AD 2000 എറണാകുളത്ത് മുഴുവനും ഈ ക്രിസ്ത്യാനികൾ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. ദാ വന്നു ക്രിസ്തു, വന്നു ക്രിസ്തു, എൻ്റെ പാപം ഏറ്റെടുക്കാൻ വന്നു, അവൻ വരുന്നു, അന്ധകാരത്തിന്റെ ദിവസങ്ങൾ വരുന്നു, വാളിന്റെ ദിവസങ്ങൾ വരുന്നു, സൈന്യങ്ങളുടെ ഘോരശബ്ദം കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് യേശുക്രിസ്തു വരുമ്പോൾ ഉള്ളത്. എന്നിട്ട് ഇവരെ എന്തിനാ യേശുക്രിസ്തുവിനെ പൂജിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരോട് തന്നെ ചോദിക്കണം. എനിക്ക് ഒരു പിടുത്തമില്ല. എല്ലാം വിപരീതമുള്ള ഒരു മതം ഏതാന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുമതാണ്. പുണ്യാത്മാവായ യേശുക്രിസ്തുവിന്റെ ശരീരം അപ്പമായിട്ട് തിന്നുക, ചോര വീഞ്ഞായിട്ട് കുടിക്കുക, അങ്ങേരെ കുരിശിലെത്തിയ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാം. ആദവും അവയും നഗ്നത മറച്ചതിന് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് ദൈവത്തിന്റെ നിർദ്ദേശം ലംഘിച്ചത് കൊണ്ട് ആദവും അവയും പാപം ചെയ്തു. ആ പാപത്തിന് വേണ്ടി ഈ പുണ്യാത്മാവിനെ കുരിശിലേറ്റുക, മനുഷ്യനെ പാപികളെ എന്ന് വിളിക്കുക. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോൾ വിളക്ക് കത്തിച്ചത് ഊതിക്കെടുത്തുക. വിപരീതം മാത്രമുള്ള ഒരു മതം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ ചൈതന്യത്തിന് ഒരൽപ്പം പോലും യോജിക്കാത്ത ഒരു മതമാണ് ക്രിസ്തു മതം. അപ്പോ അവരങ്ങനെ പറയുന്നത് വളരെ സാധാരണയാണ്. പിന്നെ ഹിന്ദുക്കളുടെ വീക്ഷണപ്രകാരം പ്രളയം എന്നാണ്. 4,32,000 വർഷമാണ് കലിയുഗമുള്ളത്. ഇപ്പൊ കലിയുഗത്തിൽ 5116 വർഷമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇനിയും കാലം കുറേ ഉണ്ട്. നമ്മളൊക്കെ പോയിട്ടേ ആവുള്ളൂ, പേടിക്കാനൊന്നുമില്ല. ശിവലിംഗം എന്താണ്? യഥാർത്ഥത്തിൽ സാറ്റലൈറ്റ് പിക്ചർ, കൈലാസത്തിന്റെ സാറ്റലൈറ്റ് പിക്ചർ എടുത്ത് നോക്കിയാൽ അത്
കൃത്യം ശിവലിംഗത്തിന്റെ ആകൃതിയാണ്. അപ്പൊ ശിവലിംഗം എന്ന് പറയുന്നത് കൈലാസത്തിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. എനർജി ഏറ്റവും കൂടുതൽ ശിവലിംഗത്തിലാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏതോ ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രാഫി GDV എടുത്തിട്ട് മെഷർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഡോക്ടർ PR കുറുപ്പ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കോറോട്കോവ് എന്ന വ്യക്തി, ശാസ്ത്രജ്ഞൻ, ഇതിനെക്കുറിച്ച് നല്ല പഠനം നടത്തിയിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. നേരിട്ട് എനിക്ക് അറിഞ്ഞൂടാ. മഹാഭാരതം, രാമായണം എന്നീ ഗ്രന്ഥങ്ങൾ കഥാരൂപത്തിൽ മലയാളത്തിൽ എഴുതിയത് നിലവിലുണ്ടോ? ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ധാരാളം കാണും, ധാരാളമുണ്ട്. കഥാരൂപത്തിൽ എഴുതിയതുണ്ടാവും, ചരിത്ര രൂപത്തിൽ എഴുതിയതുണ്ടാവും, സന്ദേശ രൂപത്തിൽ എഴുതിയതുണ്ടാവും, സംക്ഷിപ്ത രൂപത്തിൽ എഴുതിയതെല്ലാം ഉണ്ട്. ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും. തീർച്ചയായിട്ടും അന്വേഷിക്കാം. അവരവന്റെ നിലവാരത്തിലുള്ളതനുസരിച്ച് വായിച്ചു പഠിക്കാം. കുട്ടികൾക്ക് വായനശീലം വളർത്തുന്നത് എങ്ങനെയാണ്? വായിക്കണമെന്ന തോന്നല് ആദ്യം അച്ഛനിലും അമ്മയിലും ഉണ്ടാക്കാം. അത് കുട്ടികളെ കണ്ട് തന്നെ താനെ പഠിക്കും. മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും കളിക്കുന്നതിലാണ് കുട്ടികൾക്ക് താല്പര്യം. പണ്ട് ഇത് രണ്ടും ഇല്ലാതിരുന്ന കാലത്ത് അവരതിൽ കളിച്ചില്ലല്ലോ. അപ്പൊ കറക്റ്റ് മാർഗനിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്യും. അപ്പൊ എൻ്റെ 2 മക്കളും കമ്പ്യൂട്ടറിൽ കളിക്കാറില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്റർനെറ്റ് നോക്കും, ആവശ്യമുള്ളവരെ നോക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെങ്ങനെ മാർഗനിർദ്ദേശം നൽകുന്നു അതനുസരിച്ച് അവരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കും. ഇതിന് മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിൽ മാറ്റം സ്വയം വരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുക, അവർ മാറും. പടി 6 കടന്നാൽ എവിടെയാണ് 6 പടികൾ? 6 പടികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിന്റെ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള 6 സ്റ്റേജുകളാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ ഉള്ളതാണ്. ഒരു 10% പുണ്യകർമ്മവും 90% പാപകർമ്മവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പടിയാണെന്ന് പറയാം. 25% പുണ്യകർമ്മവും 75% ദുഷ്കർമ്മവും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ്. 40% സത്കർമ്മവും 40% സത്കർമ്മവും 60% ദുഷ്കർമ്മവുമാണെങ്കിൽ മൂന്നാമത്തെ ലെവല്. 60% സത്കർമ്മവും 40% ദുഷ്കർമ്മവുമാണെങ്കിൽ നാലാമത്തെ സ്റ്റേജ്. 85% സത്കർമ്മവും 15% ദുഷ്കർമ്മവുമാണെങ്കിൽ അഞ്ചാമത്തെ സ്റ്റേജ്. 98-99% സത്കർമ്മവും ബാക്കി ദുഷ്കർമ്മവുമാണെങ്കിൽ 6ാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ പരമമായ മോക്ഷമായി തിരിച്ചു വരണമെന്നില്ല. തിരിച്ചു വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ വലിയ വലിയ നല്ല മന്ത്രിമാരുടെ മക്കളായിട്ടോ ഋഷികുലത്തിലോ ഒക്കെ ജനിക്കാനും സാധിക്കും. ദൈവങ്ങൾക്ക് സംസ്കൃതത്തിലല്ലേ പൂജകൾ ചെയ്യുന്നത്? മലയാളത്തിൽ എന്താണ് പൂജ ചെയ്യാത്തത്? തമിഴ്നാട്ടിലെ തമിഴിലാണ് ചെയ്യുന്നത്. ഞാൻ ന്യൂയോർക്കിൽ പോയപ്പോൾ അവിടെ ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഉണ്ണിയാർച്ചയുടെ പാട്ട് പാടിയിട്ട് ഉണ്ണിയാർച്ചയുടെ കവിത ചൊല്ലിയിട്ട് പൂജ നടത്തുന്നത് കേട്ടു. ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞ ഉടനെ അദ്ദേഹം വിഷയം മാറ്റി. മുമ്പിലുള്ളവർക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ഏത് ഭാഷയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ പഠിച്ചിട്ട് ചെയ്യാം, അതാണ് നല്ലത്. പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? രുദ്രാക്ഷത്തിന് മഹാത്മ്യമൊക്കെ ഉള്ളത് രുദ്രാക്ഷം അണിയാൻ യോഗ്യതയുള്ളവരണിയുമ്പോഴാണ്. ഇറച്ചി കഴിച്ച് മദ്യപിച്ച് വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാത്ത ജീവിതമൊക്കെ അനുഭവിച്ചു പോകുന്നവരെ എന്തിനാ വെറുതെ രുദ്രാക്ഷമൊക്കെ ഇടാൻ പോകുന്നത്? 1 മുഖമുള്ള രുദ്രാക്ഷം, 4 മുഖമുള്ള രുദ്രാക്ഷം, 8 മുഖമുള്ള രുദ്രാക്ഷമൊക്കെ ഉണ്ടാക്കാൻ ആക്സോ ബ്ലേഡും ഫെവിക്കോളും ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലും തട്ടിപ്പിലും പോകുന്നതിനേക്കാൾ നല്ല രീതിയിൽ ജീവിച്ചൂടെ? വലംപിരി ശംഖിന്റെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എത്ര പേരെയാ പറ്റിക്കുന്നത്. വലംപിരി ശംഖ് വാങ്ങിച്ചു, ജോലിക്ക് കൊടുക്കാനുള്ള പൈസ ഉപയോഗിച്ച് വലംപിരി ശംഖ് വാങ്ങിച്ചു, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനുള്ള പൈസ ഉപയോഗിച്ച് വലംപിരി ശംഖ് വാങ്ങിച്ചു. അതോടുകൂടി വീട്ടിലെ അന്തരീക്ഷം മാറി. അങ്ങനെയാണെങ്കിൽ വലംപിരി ശംഖ് വെക്കേണ്ടത് KM മാണിയുടെ വീട്ടിലാണ്. കാരണം അദ്ദേഹത്തിന് പുറത്തു നിന്ന് പൈസ ഒന്നും വാങ്ങിക്കേണ്ടി വരില്ല. വലംപിരി ശംഖ് ഐശ്വര്യം കൊണ്ടുവരുമെങ്കിൽ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. CPM-കാർ എതിർക്കയില്ല, പൈസ തന്നെ വരുമല്ലോ. വലംപിരി ശംഖ് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ അബദ്ധങ്ങൾ പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കണോ? ബുദ്ധിയും യുക്തിയും ശാസ്ത്രബോധവും എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പണയപ്പെടുത്തുന്നത്?
അതിൻ്റെ ദോഷഫലവും ഗുണങ്ങളെ പറ്റിയും ഒന്നറിയണം. രുദ്രാക്ഷത്തിന് ദോഷഫലങ്ങളും ഗുണഫലങ്ങളും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് ധരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, നന്നായിട്ട് ജീവിക്കാം. ഭാരതത്തിൽ എത്ര തരത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. ആഗമതന്ത്രം ഭാരതത്തിന് പുറത്തുനിന്ന് വന്നതാണ്, ഒരിക്കലുമല്ല. ആഗമം മുഴുവനും തമിഴിലുണ്ടായതാണ്. അടുത്ത കാലത്ത് ഞാൻ ശ്രീലങ്കയിൽ പോയിരുന്നു, അവിടെ ആഗമത്തെക്കുറിച്ച് കേട്ടു. 14 ശ്ലോകത്തിലൂടെ അഥവാ 14 മന്ത്രത്തിലൂടെ അതിഗഹനമായ ശൈവ തത്വങ്ങളൊക്കെ പറഞ്ഞതാണ് ആഗമമെന്ന് പറയുന്നത് കേട്ടു. ഞാൻ ഇനി അത് പഠിക്കുന്നത് വർത്താണെന്ന് മനസ്സിലായി. എനിക്ക് മുഴുവൻ അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അടുത്ത ചോദ്യം, കുഴിക്കാട്ട് പച്ച വേദങ്ങളുടെ ഏത് ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്? കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞാൽ തന്ത്രമാണെന്ന് മനസ്സിലാക്കിയത് അടുത്ത കാലത്താണ്. നമ്പൂതിരിമാരുടെ പ്രത്യേക ശൈലിയിലുള്ള വിവരണങ്ങളാണ് അതുള്ളത്. ഇപ്പോൾ കുഴിക്കാട്ട് പച്ച ഏതിൽ നിന്നാണ് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പഠിക്കണമെന്ന് വിചാരിച്ചതാ, എന്ന് അറിയണമെന്ന് വിചാരിച്ചതാ. ഏതായാലും കൂടുതൽ അറിയാൻ ശ്രമിക്കാം. തന്ത്രവുമായിട്ട് പൂജാവിധിയുമായിട്ടാണ് അതിന് കൂടുതൽ ബന്ധമുള്ളത്. നമ്പൂതിരിമാരുടെ വേദമന്ത്രം ചൊല്ലുന്ന രീതി മറ്റുള്ളവരുടെ രീതിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ? വേദമന്ത്രം ചൊല്ലുന്നത് 3 രീതിയാണ് ഉള്ളത്. ഒന്ന് യജ്ഞവൽക്യ ശിക്ഷ, അതാണ് ഈ ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനത്തിലുള്ള ഒരു യജ്ഞവൽക്യ ശിക്ഷയാണ്. പിന്നെ ശൗനക ശിക്ഷ. ശൗനക ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരിമാർ മാത്രം ചൊല്ലുന്നതാണ്. നാരായണ ശിക്ഷ എന്ന് പറയും, നോർത്ത് ഇന്ത്യക്കാർ ചൊല്ലുന്നതാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. അഗ്നിമീടേ പുരോഹിതം യജ്ഞസ്യാ, ഇത് ശൗനക ശിക്ഷ. യജ്ഞവൽക്യ ശിക്ഷ ഇതേ മന്ത്രം ചൊല്ലിയാൽ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതാം അഗ്നിപൂർവേ ഋഷിഭിരീഡ്യോ നൂതനൈരുതാ. നാരായണ ശിക്ഷയിൽ ചൊല്ലുമ്പോൾ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യാദേവ മൃത്യുജോ ഹോതാരം രത്നധാതമം അഗ്നിപൂർവേ ഋഷിഭിരീഡ്യോ നൂതനൈരുതാ സദേവാങ്ങേ ഭവക്ഷതി അഗ്നിനാരയിമശ്നവത്. അങ്ങനെ ഋകാരത്തിലൂടെ കൂടുതൽ പോകും. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ന് സമയമായി. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ യാത്ര കഴിഞ്ഞ് വന്നാൽ വീണ്ടും ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാം. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിഫിക് ഹെറിറ്റേജ് നടത്തിയ 3 ദിവസത്തെ വലിയ ട്രെയിനിങ് പ്രോഗ്രാം. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് 3 ദിവസം രാവിലെ 6 തൊട്ട് രാത്രി 9 മണി വരെ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ് ഉണ്ട്. അതിൽ വരുന്ന ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് റിപ്ലൈ ചെയ്തത്. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്, എല്ലാം വിവരിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇംഗ്ലീഷിലും വിവരിക്കുന്നുണ്ടാവും. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.